ജമ്മുവിലെ കാശ്മീർ ടൈംസിന്റെ ഓഫീസിൽ നിന്ന് വെടിക്കോപ്പുകൾ കണ്ടെത്തി AK-47 പിസ്റ്റളുകളിലും ഉപയോഗിക്കുന്ന വെടിയുണ്ടകളും 3 ഗ്രനേഡ് ലിവറുകളുമാണ് കണ്ടെത്തിയത്. ഇവ പരിശോധനയ്ക്ക് അയച്ചു. വൈറ്റ് കോളർ ഭീകരതയുടെ ശൃംഖല മാധ്യമ സ്ഥാപനങ്ങളിലും നീണ്ടേക്കാമെന്ന് പറഞ്ഞതിന് ചില മതമൗലികവാദികളുടെ ചാനലുകളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവർ നഖക്ഷിതാന്തം പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മാധ്യമ സ്ഥാപനങ്ങളിലും നിന്നും ഇതുപോലെ വെടിക്കോപ്പുകളും മറ്റ് സ്ഫോടന വസ്തുക്കളില്ല, വെടിക്കോപ്പുകൾ കണ്ടെത്തുകയാണ്. ഗ്രനേഡുകളുടെ ലിവറുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കാശ്മീരിൽ തന്നെ ഏറ്റവും പഴക്ക പത്രങ്ങളിൽ ഒന്നാണ് കാശ്മീർ ടൈംസ് എന്ന് പറയുന്നത്. 1954 വേദ് ഭാസിൻ സ്ഥാപിച്ച ഈ ഇടത് അനുകൂല പത്രം പിന്നീട് ദീർഘനാളായി അതിന്റെ പ്രവർത്തനം കശ്മീരിൽ തുടർന്നു വരികയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ഈ പത്രം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ പേരിൽ മുൻ വർഷങ്ങളിലും ഈ പത്രത്തിന്റെ ഓഫീസിൽ നിരന്തരമായിട്ട് റെയ്ഡ് നടത്തിയിരുന്നു. ഇത് കാരണം ഈ പത്രത്തിന്റെ പ്രിന്റിംഗ് നിർത്തിവെക്കുകയും പിന്നീട് പൂർണ്ണമായിട്ടും ഇതിന്റെ പ്രവർത്തനം ഓൺലൈൻ വഴിയാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ചു വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ പത്രത്തിന്റെ ഓഫീസിലേക്ക് ഒരു റെയ്ഡ് നടത്തുന്നത്. വേദ് ഭാസിൻ സ്ഥാപിച്ച ഈ ഇടതുപക്ഷ അനുകൂല പത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അനുരാധ ഭാസിനും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള പ്രഭോ ജംവാളും കൂടിയാണ്. ഇവർ രണ്ടുപേരും വിദേശത്താണ് താമസിക്കുന്നത്, ഇന്ത്യയിലില്ല. അപ്പോ നിലവിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന മാനേജർ ആയിട്ടുള്ള സഞ്ജീവ് കർണിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും പിന്നീട് ഓഫീസിലേക്ക് എത്തിച്ച് ഒരു റെയ്ഡ് നടത്തുകയുമായിരുന്നു. ഇപ്പോൾ നിലവിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത് മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ച ഇവരുടെ പത്രത്തിന്റെ ഓഫീസിലാണ്. നിലവിൽ ഇവരുടെ പ്രവർത്തനം ഓൺലൈൻ വഴിയാണ്. മണിക്കൂറുകളോളം നീണ്ട റെയ്ഡാണ് ഈ പത്ര ഓഫീസിൽ നടന്നത്. ഇതുവഴി അവർ നിരവധി വെടിക്കോപ്പുകൾ പിടിച്ചെടുത്തു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം. അതേസമയം നിരന്തരം ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നത് കൊണ്ട് തങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ള സർക്കാരിന്റെ ശ്രമമാണിത് എന്നൊക്കെയാണ് പത്രാധിപരുടെ പ്രതികരണം. ഇത് സംബന്ധിച്ച് ഈ പത്രത്തിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.